ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മളൊരു മൂവിക്ക് പോവുകയാണ് ഗൈസ്. നമ്മളെ പ്രണവ് മോഹൻലാലിൻ്റെ പുതിയൊരു മൂവി ഇറങ്ങിയിരിക്കുകയാണ്. ഡൈസ് ഇറയാണ് ആ മൂവിയുടെ പേര്. അപ്പം ബുക്ക് മൈ ഷോയിൽ ഏകദേശം 9.1 റേറ്റിംഗ് ഉണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ആ മൂവി കാണാൻ പോകുന്ന വ്ളോഗാണ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് ആ മൂവി പോയി കണ്ടിട്ട് ബാക്കി കാണാം ഗൈസ്. നമ്മൾ മൂവിക്ക് പോകുന്ന വഴിയിൽ നമ്മളെ അമ്മ വീട്ടിൽ കുക്കിംഗ് ചെയ്യാണ്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഒരു ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് എന്താണ് ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സുഹൃത്തുക്കളെ, ഇതാ അടുപ്പിൽ ആവാൻ പോകുന്ന ചിക്കൻ ഏകദേശം കഴുകി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത് ഏകദേശം റെഡിയാവും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഗൈസ്. രാവിലെ വന്നിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ മൂവിക്ക് പോയാലോ? ഗൈസ് നമുക്ക് മൂവിക്ക് പോവാം. ഗൈസ് നമ്മളിത് ഏരീസ് ഫ്ലെക്സിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിന്ന് സ്ക്രീൻ ഓഡി 5-ലാണ് ഗൈസ് നമ്മളിന്ന് നമ്മളെ ഷോ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല റിവ്യൂ കാര്യമുണ്ട്, നല്ല തിരക്കുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഡൈസ് ഇറൈ മൂവിയൊക്കെ കണ്ട് നമ്മൾ ഏകദേശം വീട്ടിലിപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി ഏകദേശം അടിപൊളിയായിരുന്നു. നമ്മുടെ പ്രണവൊക്കെ നല്ല കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ പ്രണവിൻ്റെ ഒക്കെ ആക്ടിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കെന്ന് പറഞ്ഞാൽ കിട്ടിലാണ് ഗൈസ്. കിട്ടിലെ ആർട്ട് വർക്കാണ്. പിന്നെ അതിൽ പിന്നെന്താ പറയുക, സിനിമയിലെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം, അടിപൊളിയായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ എന്തായാലും പാർട്ട് 2 അവർ ഇറക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു സാധനം ഇട്ട് തന്നിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ മൂവി പോയി കാണുക. ഏകദേശം ബുക്ക് മൈ ഷോയിലൊക്കെ നല്ല റേറ്റിംഗ് ആണ് ഗൈസ്. 9.1 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണുക ഗൈസ്. നല്ല ടയേർഡുണ്ട്, ഇനി പോയി കുറച്ച് നേരം പോയി ഉറങ്ങട്ടെ ഗൈസ്. ഉറങ്ങിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ പോയാലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോവാലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ കരിക്കോണം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബാക്കി ഇവിടുത്തെ വിഷ്വൽസ് എന്തായാലും ഞാൻ കാണിക്കാം. എന്തായാലും അത്യാവശ്യം ഒന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഗൈസ്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ അമ്മയൊക്കെ അവിടെ വഴിപാട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് വഴിപാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം ഗൈസ്. അപ്പം നമ്മൾ ഞാനും അമ്മയൊക്കെ ആയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഈ കരിക്കോണം ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് ഗൈസ് കിട്ടുന്നത്. അപ്പം വീട്ടിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മളിതാ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അവിടെ ആറ്റുവലല്ലോ കരിക്കോം പൊങ്കാല ഞാൻ അതിൻ്റെ ഏകദേശം വരാറായെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ക്ഷേത്രത്തിലൊക്കെ പോയി ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡേയ്സ് ഇറായത് സിനിമ കണ്ടു, അതും ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇപ്പോൾ ഒന്നുമില്ലാത്തതിന് തുടങ്ങി ഇപ്പോൾ ഏകദേശം 250 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ ഏകദേശം എല്ലാ വീഡിയോയും 200 വ്യൂസും ഒക്കെ വെച്ചാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് വെച്ച് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾ മാക്സിമം എല്ലാവരും എല്ലായിടത്തേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മെച്ചപ്പെട്ട് ഓരോ വ്ളോഗ് ഇടുന്തോറും മെച്ചപ്പെട്ട് വരുന്നതായിരിക്കും ഗൈസ്. കാരണം ഇത് ഞാൻ ചെയ്യാത്ത ഒരു ഫീൽഡാണ്. കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിക്കറ്ററാണ്. അപ്പം ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യണം ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ നോക്കിക്കോ.